ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കെ ടി യുവിൻ്റെ ഇലക്ട്രിക്കലിലെ 4th സെമിസ്റ്ററിലെ EET 202 DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സിലെ 4th മൊഡ്യൂളിൻ്റെ സെക്കൻഡ് ലെക്ചർ സീരീസാണ്. അതായത് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ, ഓൺ ലോഡും നോ ലോഡും, ഫേസർ ഡയഗ്രാം. അപ്പോൾ ഈ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ ചിലപ്പോൾ ചോദിക്കും. ഇന്ന ലോഡ് കണ്ടീഷനിലുള്ള ഫേസർ ഡയഗ്രാം, ഓൺ ലോഡ് കണ്ടീഷനിൽ എല്ലാ ലോസസും കൺസിഡർ ചെയ്തിട്ടൊക്കെ വരയ്ക്കാൻ പറയും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഇതിൽ നോക്കാൻ പോകുന്നത്. So what do you mean by a practical transformer? A practical transformer differs from the ideal transformers in many respects. ഏതൊക്കെയാണ്? The practical transformer has iron losses, winding resistances and magnetic leakage. This magnetic leakage will give rise to leakage reactance. അപ്പോൾ ഈ 3 ലോസസും കൂടിയിട്ട് കൺസിഡർ ചെയ്യണതാണ് നമ്മൾ ശരിക്കും പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ പറഞ്ഞാൽ. ഒന്ന് അയൺ ലോസ്, വൈൻഡിങ് റെസിസ്റ്റൻസ്, മാഗ്നറ്റിക് ലീക്കേജ്. മാഗ്നറ്റിക് ലീക്കേജ് കാരണം എന്തുണ്ടാവും? ലീക്കേജ് റിയാക്റ്റൻസ് കൂടും. അപ്പോൾ വൈൻഡിങ് റെസിസ്റ്റൻസും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അയൺ ലോസസ്. സിൻസ് ദ അയൺ കോർ ഈസ് സബ്ജക്റ്റഡ് ടു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ്, ദർ ഒക്കേഴ്സ് എഡി കറണ്ട് ആൻഡ് ഹിസ്റ്ററിസ് ലോസ് ഇൻ ഇറ്റ്. അപ്പോൾ അയൺ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് അയൺ കോറിലാണല്ലോ. ഈ കോറിലാണ് എന്തുണ്ടാവുന്നത്? ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ എഡി കറണ്ട് ലോസും ഹിസ്റ്ററിസിസ് ലോസും ഉണ്ടാവും. ദീസ് 2 ലോസസ് ടുഗദർ ആർ നോൺ ആസ് അയൺ ലോസസ് ഓർ കോർ ലോസസ്. അപ്പോൾ ഈ എഡി കറൻറ്റും ഹിസ്റ്ററിസിസ് ലോസസിനും കൂടി പറയുന്നതാണ് അയൺ ലോസ് എന്ന് പറയുക. അല്ലെങ്കിൽ അതിന് നമ്മൾ വേറെ പറയുന്ന പേരാണ് കോർ ലോസസ്. ദ അയൺ ലോസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സപ്ലൈ ഫ്രീക്വൻസി. അപ്പോൾ അയൺ ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതാണ്? സപ്ലൈ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ കോർ, വോളിയൂം ഓഫ് ദ കോർ എക്സെട്ര. അപ്പോൾ അയൺ കോർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? സപ്ലൈ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഫ്രീക്വൻസി നമ്മൾ ഇൻ ഹേർട്സ് പറയും അത്. അതുപോലെ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി, അതേപോലെ അത് ഏതിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റിയാണ്? കോറിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റി കേട്ടോ. അതേപോലെ വോളിയൂം ഓഫ് ദ കോർ. സോ നമുക്ക് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അയൺ ലോസ് ഈസ് ക്വൈറ്റ് സ്മോൾ ഇൻ എ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ അയൺ ലോസ് ആണ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഏതിൽ? പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൽ. നൗ സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞ വൈൻഡിങ് റെസിസ്റ്റൻസസ്. സിൻസ് ദ വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിസ്റ്റ് ഓഫ് കോപ്പർ കണ്ടക്ടേഴ്സ്. ഈ വൈൻഡിങ്സ് പറഞ്ഞാൽ ഇതായിരിക്കും വൈൻഡിങ്സ് അല്ലേ. അപ്പോൾ ഈ വൈൻഡിങ്സ്, ഈ N1 നമ്പർ ഓഫ് ടേൺസ് പറയുന്നുണ്ടല്ലോ, ആ വൈൻഡിങ്സിൽ കോപ്പർ കണ്ടക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോസ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വിൽ ഹാവ് ദ വൈൻഡിങ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും വൈൻഡിങ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ പ്രൈമറി റെസിസ്റ്റൻസിനെ നമ്മൾ R1 എന്ന് പറഞ്ഞിട്ടും സെക്കൻഡറി റെസിസ്റ്റൻസിനെ R2 എന്ന് പറഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പ്രൈമറിയിൽ വൈൻഡിങ് റെസിസ്റ്റൻസ് R1ഉം സെക്കൻഡറിയിൽ എന്താണ്? R2 ആണ്. അതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ വൈൻഡിങ്സ് ദർ വിൽ ബി പവർ ലോസ് ആസ് വെൽ ആസ് എ ലോസ് ഇൻ വോൾട്ടേജ് ഡ്യൂ ടു IR ഡ്രോപ്പ്. അപ്പോൾ ഇവിടെ ഒരു പവർ ലോസ് ഉണ്ടാവും, IR ഡ്രോപ്പ് ഉണ്ടാവും. ദിസ് വിൽ അഫക്ട് ദ പവർ ഫാക്ടർ ആൻഡ് E1 വിൽ ബി ലെസ് ദാൻ V1. അപ്പോൾ ഈ R1 കാരണം കൊണ്ട് പവർ ഫാക്ടർ കോസ് 5 പവർ ഫാക്ടർ ഇതാക്കും. അതുകൊണ്ട് തന്നെ E1ഉം അതേപോലെ V1 എന്ത് ചെയ്യും? E1 എന്ത് ചെയ്യും? V1നെക്കാട്ടി എന്തായിരിക്കും? ലെസ് ആയിരിക്കും. അതുപോലെ V2 വിൽ ബി ലെസ് ദാൻ E2. ദിസ് V2 വിൽ ബി ലെസ് ദാൻ E2. ഈ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ V1 ഇങ്ങനെ പോയിട്ട് R1നെ തരണം ചെയ്തിട്ട് വേണം V1 എന്ന് പോകുന്ന കറണ്ടിന് ഇങ്ങോട്ട് എത്താൻ. അപ്പോൾ ഇവിടെ IR1 ഡ്രോപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ I1 R1 ഡ്രോപ്പ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഇവിടെ എന്തുണ്ടാവും? E2 കിട്ടിക്കഴിഞ്ഞാലും I2 R2 ഡ്രോപ്പ് ആയിട്ട് V2 ഉള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി E1 എന്തായിരിക്കും? V1നേക്കാൾ കുറവായിരിക്കും. E2 എന്തായിരിക്കും? E2നെക്കാട്ടും കുറവായിരിക്കും. അതുപോലെ നമ്മൾ പറയുന്ന മാഗ്നറ്റിക് ലീക്കേജ് അല്ലെങ്കിൽ ലീക്കേജ് റിയാക്റ്റൻസ് പറഞ്ഞാൽ X1ഉം X2 ആണ് ഇതിൽ കാണിച്ചിട്ട്. നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ X1 ഉണ്ടാവും, ഇവിടെ X2 ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡ്രോപ്പും അവിടെ ഉണ്ടാവും. നൗ ലീക്കേജ് റിയാക്റ്റൻസസ് നമ്മൾ പറഞ്ഞു. ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി കറൻറ്റ്സ് പ്രൊഡ്യൂസ് ഫ്ലക്സ്. ഈ പ്രൈമറിയിൽ കൂടെ I1 ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ ഇവിടെ ഒരു ഫ്ലക്സും പ്രൊഡ്യൂസ് ചെയ്യും. ദ ഫ്ലക്സ് 5 വിച്ച് ലിങ്ക്സ് ബോത്ത് വൈൻഡിങ് ഈസ് ദ യൂസ്ഫുൾ ഫ്ലക്സ്. ഇനി ഈ വൈൻഡിങ് കാരണം കൊണ്ട് ഈ ഫ്ലക്സ് ആണ് എന്താണ് പറയുന്നത്? യൂസ്ഫുൾ ഫ്ലക്സ് പറയുന്നത്. അതിനെ മ്യൂച്വൽ ഫ്ലക്സ് പറയും. ഹൗവർ പ്രൈമറി കറണ്ട് വുഡ് പ്രൊഡ്യൂസ് സം ഫ്ലക്സ് 5 വിച്ച് വുഡ് നോട്ട് ലിങ്ക് ദ സെക്കൻഡറി വൈൻഡിങ്. പക്ഷേ ഈ I1 കാരണം കൊണ്ട് ചെറിയൊരു ഫ്ലക്സ് ഉണ്ടാവും, അതൊരിക്കലും എന്തിനെ ലിങ്ക് ചെയ്യില്ല? ഈ പറയുന്ന N2നെ ലിങ്ക് ചെയ്യില്ല. സിമിലർലി സെക്കൻഡറി കറണ്ട് I2
would produce some flux phi that would not link the primary winding. അതേപോലെ ഇവിടുത്തെ കറണ്ട് I2 കാരണം കൊണ്ടും എന്തുണ്ടാവും, ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും. അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഇതിനെയും ലിങ്ക് ചെയ്യില്ല. ഓക്കെ, ദ ഫ്ലക്സ് സച്ച് ആസ് phi1 and phi2 which links only one winding or self winding is called leakage flux. അപ്പോൾ മ്യൂച്വൽ ഫ്ലക്സ് ആണ് യൂസ്ഫുൾ ഫ്ലക്സ്. പക്ഷേ ഈ കറണ്ട് I1 കാരണം കൊണ്ട് ഇവിടുത്തെ അവിടെ ഒരു ചെറിയ phi1 ഉണ്ടാവും, I2 കാരണം കൊണ്ട് ഇവിടെ ഒരു phi2 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീക്കേജ് ഫ്ലക്സ് ആണ്. അതൊരിക്കലും അപ്പുറത്തെ നമ്പർ ഓഫ് ടേൺസിനെ ലിങ്ക് ചെയ്യില്ല, അത് ഓർത്തിരിക്കുക. ഓക്കെ, ദ ലീക്കേജ് ഫ്ലക്സ് പാത്സ് ആർ മെയിൻലി ത്രൂ ദ എയർ. ഇനി ഈ ലീക്കേജ് ഫ്ലക്സിൻ്റെ പാത്ത് എന്താണ്, മെയിൻലി ത്രൂ എന്താണ്, എയർ ആണ്. ദ എഫക്റ്റ് ഓഫ് ദീസ് ലീക്കേജ് ഫ്ലക്സസ് വുഡ് ബി ദ സെയിം ആസ് ദോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് are connected in series with each winding of transformer that had no leakage flux as shown the 7.4. നേരത്തെ ഞങ്ങൾ കാണിച്ചില്ലേ X1 X2 കാണിച്ചില്ലേ, അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ് ദ എഫക്റ്റ് ഓഫ് പ്രൈമറി ലീക്കേജ് ഫ്ലക്സ് phi1 ഈസ് ടു ഇൻട്രൊഡ്യൂസ് ആൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് X1. ഞാൻ R1ൻ്റെ പുറത്തൊരു X1 കാണിച്ചിരുന്നു അല്ലേ, ഇൻ സീരീസ് വിത്ത് ദ പ്രൈമറി വൈൻഡിങ് ആസ് ഷോണിൻ്റെ നേരത്തെ ഫിഗറിൽ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ PDF നോക്കുമ്പോൾ അതൊന്ന് മറിച്ച് നോക്കിയാൽ മതി. ഓക്കെ, സിമിലർലി ദ സെക്കൻഡറി ലീക്കേജ് ഫ്ലക്സ് phi2 എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും R2 സീരീസ് ആയിട്ട്. അപ്പോൾ അത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് X2 ഇൻ സീരീസ് വിത്ത് ദ സെക്കൻഡറി വൈൻഡിങ്. ദർ വിൽ ബി നോ പവർ ലോസ് ഡ്യൂ ടു ലീക്കേജ് റിയാക്ടൻസ്. പക്ഷേ ലീക്കേജ് റിയാക്ടൻസ് കാരണം കൊണ്ട് അവിടെ എന്തുണ്ടാവില്ല, പവർ ലോസ് ഉണ്ടാവില്ല. ഹവർ ദ പ്രസൻസ് ഓഫ് ലീക്കേജ് റിയാക്ടൻസ് ഇൻ ദ windings changes the power factor as well as there is a voltage loss due to IX drop. നേരത്തെ നമുക്കറിയാം, ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്ററിന് അക്രോസ് ആണ് പവർ ലോസ് ഉണ്ടാവുക. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന് അക്രോസ് പവർ ലോസ് ഉണ്ടാവില്ല, ബട്ട് ദർ വിൽ ബി എ വോൾട്ടേജ് ലോസ് ഉണ്ടാവും. ഓക്കെ, നൗ ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഓൺ എന്താണ് പറഞ്ഞത്, ജസ്റ്റ് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി രണ്ട് കേസ് നമുക്ക് നോക്കാണ്ട്. പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ്, അതിലത്തെ ഫേസർ ഡയഗ്രാം, അതുപോലെ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഓൺ ലോഡഡ് കണ്ടീഷൻ. അപ്പോൾ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൺസിഡർ എ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ്, ഒരു ലോഡും ഇല്ലാത്ത കണ്ടീഷനിൽ നമ്മളൊരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്യുക. ദ സെക്കൻഡറി ഓൺ ഓപ്പൺ സർക്യൂട്ട് ഈസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. ദ പ്രൈമറി വിൽ ഡ്രോ എ കറണ്ട് I0 ടു സപ്ലൈ. അതായത് ഇവിടെ ലോഡില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു കറണ്ട് എന്ത് ചെയ്യും, ഉണ്ടാവും. അതായത് അതിന് I0 എന്നാണ് പറയുക. ആ I0 എന്തിനാണുള്ളത്, ഇറ്റ് ഈസ് ഇൻ ഓർഡർ ടു സപ്ലൈ അയൺ ലോസസ് ആൻഡ് എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് കോപ്പർ ലോസ് ഇൻ ദ പ്രൈമറി. അപ്പോൾ ഇവിടെ ചെറിയൊരു കോപ്പർ ലോസ് ഉണ്ടാവും, അതേപോലെ അയൺ ലോസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ട്, ഈ I0 എന്ന് പറഞ്ഞുള്ള കറണ്ട് ഉള്ളത്. ഹെൻസ് പ്രൈമറി നോ ലോഡ് കറണ്ട് I0 ഈസ് നോട്ട് 90 ഡിഗ്രി ബിഹൈൻഡ് ദ അപ്ലൈഡ് വോൾട്ടേജ് V1. ഇനിയൊരു കാര്യം, ഇത് പ്രാക്ടിക്കൽ കേസായി, അതുകൊണ്ട് തന്നെ പ്രൈമറി നോ ലോഡ് കറണ്ടാണ് ഈ I0 പറഞ്ഞത്. അതൊരിക്കലും 90 ഡിഗ്രി ബിഹൈൻഡ് ദ അപ്ലൈഡ് വോൾട്ടേജ് V1 ആയിരിക്കില്ല, ബട്ട് ലാഗ്സ് ഇറ്റ് ബൈ എൻ ആംഗിൾ phi0 ലെസ് ദാൻ 90 ഡിഗ്രി ആസ് ഷോൺ ഇൻ ദ ഫേസർ ഡയഗ്രാം. അപ്പോൾ അതെന്തായിരിക്കും, ഒരു V1-നെക്കാട്ടും ഒരു ലെസ്സർ ആംഗിൾ, ദാറ്റ് ഈസ് phi0 എന്ന് പറയും. ആ phi0-ലായിരിക്കും അത് എന്ത് ചെയ്യുക, ലാഗ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രകാരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വരച്ചു, ഇവിടെ നമ്മൾ IM വരച്ചു, ഇതാണ് V1 എന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി എന്ത് ചെയ്തിരുന്നു, ലാഗ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ അത്രയും ലാഗ് ചെയ്യില്ല. കാരണം എന്താണ്, ഇതൊരു പ്രാക്ടിക്കൽ കേസാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഒരു ആംഗിൾ phi0 എന്നുള്ള ഡിഗ്രിയിൽ എന്ത് ചെയ്യും, I0 നോ ലോഡ് കറണ്ടാണ് കേട്ടോ. ആ നോ ലോഡ് കറണ്ട് എന്തിനൊക്കെയാണ് വേണ്ടത് ഒന്നുകൂടി നോക്കുക. ഇൻ ഓർഡർ ടു സപ്ലൈ അയൺ ലോസസ് ആൻഡ് എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് കോപ്പർ ലോസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നോ ലോഡ് ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ W0 V1 I0 cos phi0 ആണ്. അപ്പോൾ ഇത് നമ്മൾ ഫേസർ ഡയഗ്രാമായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് വരിക, ശരിക്ക് ഈ IM എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് കറണ്ടും IW പറഞ്ഞു കഴിഞ്ഞാൽ കോർ ലോസ് കറണ്ടുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി റിസൾട്ടൻ്റ് ആണ് ശരിക്കും എന്ത്, I0. അപ്പോൾ ഓൺ നോ ലോഡ് കണ്ടീഷനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റിയ ഫേസർ ഡയഗ്രാമാണിത്. ഇതിൻ്റെ നേരെ V1-ൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും E1. അതിനെക്കാട്ടും കുറച്ചും കൂടി നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് ഇത് വരും. അങ്ങനെയാണ് ഇത് വരയ്ക്കണത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ നേരത്തെ ഇങ്ങനെ വരച്ചപ്പോൾ നമ്മൾ ഇത് ഇനി അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് ഒരു മിനിറ്റ്, ഇതാ
നേരത്തെ നമ്മൾ വരച്ചു, ചെറിയ വരവ് ചെരിവൊക്കെ കണ്ടിട്ട് അത് നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, ഇതാണ് I0 എന്നിട്ട് 50 എന്നിട്ട് നമ്മൾ കാണിച്ച് അല്ലേ. As seen from the phasor diagram നേരത്തെ, the no load primary current I0 can be resolved into two rectangular components. എന്താണ്, ഒന്ന് IW എന്നുള്ള കമ്പണൻ്റ് ആയിട്ട് നമുക്ക് റെക്ടാങ്കുലർ കമ്പണൻ്റ് ഇതാക്കാം. ഇറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് V1. ദിസ് ഈസ് നോൺ ആസ് ആക്റ്റീവ് ഓർ വർക്കിംഗ് ഓർ അയൺ ലോസ് കമ്പണൻ്റ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്റ്റീവ് ഓർ വർക്കിംഗ് ഓർ അയൺ ലോസ് കമ്പണൻ്റ് എന്ന് പറയും. ഇത് സപ്ലൈ ചെയ്യുന്നത് അയൺ ലോസ് ആണ്, അതായത് I0 cos 50 ആണ്. അതുപോലെ വെരി സ്മോൾ പ്രൈമറി കോപ്പർ ലോസ് ആണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. ഇനി കമ്പണൻ്റ് IM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലാഗ്സ് ബിഹൈൻഡ് V1 by 90 ഡിഗ്രി. 90 ഡിഗ്രി V1 ആയിട്ട് ലാഗ് ചെയ്യും. ദിസ് ഈസ് ദ നോൺ ആസ് മാഗ്നറ്റൈസിങ് കമ്പണൻറ്റ്. ദിസ് ഈസ് ദ കമ്പണൻറ്റ് വിച്ച് പ്രൊഡ്യൂസ് ദ മ്യൂച്വൽ ഫ്ലക്സ് ഫൈ ഇൻ ദ കോർ. നമ്മൾ നേരത്തെ ഐഡിയൽ കേസിൽ പറഞ്ഞാണ് ഈ IM കാരണം കൊണ്ടാണ് മ്യൂച്വൽ ഫ്ലക്സ് ഫൈ ഉണ്ടാവുന്നത്. Therefore IM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50 വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി IM0 sin 50 വരും. അപ്പോൾ ഇത് നമുക്ക് റിസൾട്ടൻ്റ് ശരിക്കും ഇങ്ങനെ വരും. അപ്പോൾ ക്ലിയർലി I0 ഈസ് ദ ഫേസർ സം ഓഫ് IM ആൻഡ് IW. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ I0 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √IM² + IW² എന്ന് എഴുതാം. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, നോ ലോഡ് പവർ ഫാക്ടർ എന്ന് കഴിഞ്ഞാൽ cos 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കി നോക്കിയാൽ വാട്ട് ഈസ് cos 50? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് IW/I0. അപ്പോൾ ഇത് വരക്കണത് എങ്ങനെയെന്ന് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫേസർ, ഇപ്പോൾ ഈ നേരത്തെ വരയ്ക്കുന്നത് ആദ്യത്തെ ഫേസർ നമ്മൾ 5 വരച്ചു, അതാണ് നമ്മുടെ റെഫറൻസ് വരെ. ഇത് ആര് കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്? IM കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇത് 90 ഡിഗ്രി ഏതിന് ലാഗ് ബിഹൈൻഡാണ്? V1 ലാഗ് ബിഹൈൻഡാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആര് വരിക? ഓപ്പോസിറ്റ് സെയിം ഇതാണ്, സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് ഞാൻ കുറച്ചതാണ്. ഓക്കെ, ഇത് E1, അതിനെക്കാട്ടി ഒരു തടി കൂടുതലായിട്ട് -E2. ഈ മൈനസ് സൈൻ കൊടുക്കാൻ എന്താ കാരണം? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 180 ഡിഗ്രി എന്നുള്ളതുകൊണ്ട്. ഇനി നമ്മൾ പറഞ്ഞു എന്ത്? ദർ വിൽ ബി എ കമ്പണൻറ്റ് എന്താണ്? IW അല്ലേ, IW. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ ഇതാണ് ഏത്? I0 എന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നത് 50. ഇതാണ് നേരത്തെ വരച്ചത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വരച്ച് നോക്കുക. ഓക്കെ, പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ് കണ്ടീഷനാണിത്. ഓക്കെ, now it is emphasized here that no load primary copper loss, that is I0² R1. no load primary copper loss ആണ് I0² R1 ആണ്. കോപ്പർ ലോസ് എന്താണ്? IR അല്ലേ. അപ്പോൾ നോ ലോഡ് പ്രൈമറി കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിയിലുള്ളത്, അതായത് അവിടുത്തെ റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു R1 അല്ലേ. അപ്പോൾ I0² R1 ഈസ് വെരി സ്മോൾ ആൻഡ് മേ ബി നെഗ്ലക്റ്റഡ്. അപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നോ ലോഡ് പ്രൈമറി കോപ്പർ ലോസ് വേണമെങ്കിൽ നമുക്ക് എന്താണ്? നെഗ്ലക്റ്റ് ചെയ്യുക. കാരണം എന്താണ്? ഇറ്റ് ഈസ് വെരി സ്മോൾ. Therefore the no load primary input power is practically equal to the iron loss in the transformer. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോ ലോഡ് ഇൻപുട്ട് പവർ W0 = അയൺ ലോസ് എന്ന് പറയാം. അതായത് ഈ പറയുന്ന ക്വാണ്ടിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ഓക്കെ, നൗ at no load there is no current in the secondary, so that V2 = E2. ഇനി നോ ലോഡ് കണ്ടീഷനിൽ നിന്ന് നോക്കിയിട്ട് ഇവിടെ ലോഡ് ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ ഓപ്പൺ ആകുമ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? I2 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ I2 ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കാണിച്ചു, X2 R2 കാണിച്ചു. ഇത് സെക്കൻഡറി സൈഡ് ആയിട്ടോ ഞാൻ വരച്ചത്. അപ്പോൾ ഇവിടെ I2 ഫ്ലോ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഇതിന് അക്രോസുള്ള ലോസസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന E2 ഇവിടെ ഉണ്ടാവുന്ന V2 സെയിം ആവില്ലേ? അതാണ് ഈ പറഞ്ഞത് E2 = V2. ഓൺ ദ പ്രൈമറി സൈഡ് ദ ഡ്രോപ്സ്. ഇനി പ്രൈമറി സൈഡിലാണെങ്കിൽ എന്താണ്? അവിടെ കറണ്ട് I0 ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും. ഏത്? R1ലും X1ലും ഡ്യൂ ടു I0 ആൾസോ വെരി സ്മോൾ. ഈ I0 വെരി സ്മോൾ ആയതുകൊണ്ട് നമുക്ക് എന്താണ്? ഈ സ്മോൾനെസ് ഓഫ് I0 കാരണം കൊണ്ട് അവിടെ നമുക്ക് പറയാൻ പറ്റും ഈ ഡ്രോപ്പ് അത്ര കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ V1 = E1 ആണ്. ഏതിൽ പറയാൻ പറ്റും? നോ ലോഡ് കണ്ടീഷനിൽ പറയാൻ പറ്റും, പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇതെപ്പോഴും ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, നൗ ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഐഡിയൽ ട്രാൻസ്ഫോമർ നോ ലോഡ് കണ്ടീഷനും പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ നോ ലോഡ് കണ്ടീഷൻ നോക്കി. ഇനി പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ലോഡഡ് കണ്ടീഷൻ നോക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഏത് പഠിക്കണം? ഐഡിയൽ ട്രാൻസ്ഫോമർ ഓൺ ലോഡഡ് കണ്ടീഷൻ പഠിക്കണം. Now therefore we are moving to ideal transformer on loaded condition. Ideal transformer on loaded കണ്ടു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡും കൂടി കണ്ടു കഴിഞ്ഞാൽ we can draw the
ഹോൾ ഫേസർ ഡയഗ്രാം. ആ ഫേസർ ഡയഗ്രാം ആയിരിക്കും നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടി വരിക. ഇതൊക്കെ പഠിച്ചാലാണ് അത് കിട്ടുക. Let us connect a load ZL across the secondary of an ideal transformer as shown in the figure 7.1. 1 second. ഇത് കണ്ടോ, ഇതേപോലെ ഒരു ZL എന്ത് ചെയ്യാൻ പറഞ്ഞു, കണക്ട് ചെയ്യാൻ പറഞ്ഞു. The secondary EMF E2 will cause a current I2 to flow through the load. അപ്പോൾ നമ്മൾ സെക്കൻഡറിയിൽ ഇങ്ങനെ ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പൺ സർക്യൂട്ട് എന്നുള്ളത് എന്തായി, ലോഡിൽ കൂടെ സർക്യൂട്ടായി. അപ്പോൾ എന്തായി, ഈ സെക്കൻഡറി EMF ഇവിടെ E2 ആണ് വരുന്നത് അല്ലേ. ഈ E2 കാരണം കൊണ്ട് ഇവിടെ I2 എന്നുള്ളൊരു കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. Therefore I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് E2 by ZL, E2 by ZL or V2 by ZL ആവും അല്ലേ. ഇവിടുത്തെ കറണ്ട് പറഞ്ഞാൽ ഇവിടുത്തെ EMF ഡിവൈഡഡ് ബൈ ഇത്, അല്ലെങ്കിൽ ഇവിടുത്തെ EMF അത്രയല്ലേ വരിക. ദ ആംഗിൾ അറ്റ് വിച്ച് I2 ലീഡ്സ് ഓർ ലാഗ്സ്. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ, I2 നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, I2 ഈസ് ഈക്വൽ ടു E2 by ZL ഓർ ഇസ് ഈക്വൽ ടു V2 by ZL എങ്ങനെ വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ. ഇവിടെ ലോസസ് ഒന്നുമില്ല. കാരണം എന്താണ്, വി ആർ ഡീലിംഗ് വിത്ത് ഐഡിയൽ ട്രാൻസ്ഫോമർ. നേരത്തെ R2 X2 അതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് E2 by ZL ഓർ I2 by ZL. അതാണ് ഈ വരച്ചത്. ദ ആംഗിൾ അറ്റ് വിച്ച് I2 ലീഡ്സ് ഓർ ലാഗ്സ് V2 ഓർ E2 ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ് ഓഫ് ദ ലോഡ്. അപ്പോൾ ഈ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആവാം, ഇൻഡക്റ്റീവ് നേച്ചർ ആവാം, അതായത് മോട്ടർ അങ്ങനത്തെ ആവാം, കപ്പാസിറ്റി നേച്ചർ ആവാം. അപ്പോൾ ഇൻഡക്റ്റീവ് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ആ കറണ്ട് എന്ത് ചെയ്യും, ലാഗ് ചെയ്യും. കപ്പാസിറ്റീവ് നേച്ചർ ആണെങ്കിൽ ലീഡ് ചെയ്യും. റെസിസ്റ്റൻസ് നേച്ചർ ആണെങ്കിൽ എന്തായിരിക്കും, യൂണിറ്റി പവർ. ഇതൊക്കെ നിങ്ങൾ പഠിച്ച സാധനങ്ങളാട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ദ സെക്കൻഡറി കറണ്ട് I2 സെറ്റ്സ് അപ്പ് എൻ MMF N2I2. അപ്പോൾ ഈ സെക്കൻഡറി I2 കാരണം കൊണ്ട് എന്തുണ്ടാവും, ഒരു N2I2 എന്നുള്ള MMF എന്ത് ചെയ്യും, വിച്ച് പ്രൊഡ്യൂസ് എ ഫ്ലക്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടു ദ ഫ്ലക്സ് ഫൈ ഒറിജിനലി സെറ്റപ്പ് ബൈ ദ പ്രൈം. അതായത് സെക്കൻഡറിയിൽ എന്ത് ചെയ്യും, ഒരു ഇത് ഉണ്ടാവും, ഒരു മാഗ്നറ്റൈസിങ്. ദിസ് വിൽ ചേഞ്ച് ദ ഫ്ലക്സ് ഇൻ ദ കോർ ഫ്രം ദ ഒറിജിനൽ വാല്യൂ. ഈ കാരണം കൊണ്ട് എന്തുണ്ടാവും, പ്രൈമറിത്തെ മാഗ്നറ്റൈസിങ് കറണ്ടിനെ ഇത് എന്ത് ചെയ്യും, ഈ ഫ്ലക്സിന് എന്ത് ചെയ്യും, ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്യും. ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദിസ് കണ്ടീഷൻ ദ പ്രൈമറി മസ്റ്റ് ഡെവലപ്പ് ആൻ MMF. അപ്പോൾ ഇതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്രൈമറിയിലും എന്ത് ചെയ്യും, ഒരു MMF ഡെവലപ്പ് ചെയ്യും, വിച്ച് എക്സാക്ട്ലി കൗണ്ടർ ബാലൻസസ് ദ സെക്കൻഡറി MMF. അപ്പോൾ ഈ സെക്കൻഡറി MMFനെ ഇവിടുത്തെ പ്രൈമറി MMF എന്ത് ചെയ്യും, കൗണ്ടർ ബാലൻസ് ചെയ്യും. ഹെൻസ് എ പ്രൈമറി കറണ്ട് I1 മസ്റ്റ് ഫ്ലോ സച്ച് ദാറ്റ് N1 I1 ഈസ് ഈക്വൽ ടു N2 I2. ഇപ്പം നമ്മൾ ഇതേവരെ പറയുന്നത് എന്താണ്, അവിടെ IM പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഡർ കണ്ടീഷൻ വന്നപ്പോൾ ലോസസ് വന്നപ്പോൾ I0 പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ IM കൂടാതെ ഇവിടെ എന്ത് വരും, IM ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും, I1 എന്നുള്ളൊരിത് വരും. അതായത് N1 I1 അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Therefore I1 ഈസ് ഈക്വൽ ടു എന്ത് പറയാം, N2 I2 by N1 എന്ന് പറയാം, അല്ലെങ്കിൽ N2 by N1 ഇൻറ്റു I2 എന്ന് പറയാം അല്ലേ. സോറി, I1 ഈസ് ഈക്വൽ ടു N2 by I1 ഇൻറ്റു I2 എന്ന് പറയാം അല്ലെ, N2 by N1 ഇൻറ്റു I2 എന്ന് പറയാം അല്ലേ. ഈ N2 by N1നെ നമുക്ക് K എന്ന് പറഞ്ഞൂടെ. അപ്പോൾ നമുക്ക് I1 ഈസ് ഈക്വൽ ടു K I2 എന്നും എഴുതാം. Thus when a transformer is loaded and carries a secondary current I2, അപ്പോൾ ഇനി ലോഡ് ചെയ്തു, ഒരു സെക്കൻഡറി കറണ്ട് I2 ഇതിനെ ഫ്ലോ ചെയ്യുമ്പോൾ then a current, അപ്പോൾ ഇവിടെ I2 ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ then a current I1 ഈസ് ഈക്വൽ ടു K I2 എന്നുള്ള കറണ്ട് എന്ത് ചെയ്യും, അവിടെ മസ്റ്റായിട്ട് ഫ്ലോ ചെയ്യണം. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ എന്താണ് MMF ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓർത്തിരിക്കണം, ഇവിടെ I2 ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ K I2 ദാറ്റ് ഈസ് ഈക്വൽ ടു I1 എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യും, MMF കൗണ്ടർ ബാലൻസ് ചെയ്യാൻ ഇവിടെ ഫ്ലോ ചെയ്യും. ഇൻ അതർ വേർഡ്സ് ദ പ്രൈമറി മസ്റ്റ് ഡ്രോ ഇനഫ് കറണ്ട് ടു ന്യൂട്രലൈസ് ദ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ഓഫ് സെക്കൻഡറി കറണ്ട് സോ ദാറ്റ് മ്യൂച്വൽ ഫ്ലക്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഈ മ്യൂച്വൽ ഫ്ലക്സ് ഫൈ കോൺസ്റ്റൻ്റ് ആവാൻ ഇവിടെ I2 ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു MMF ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ ഇവിടെ ഒരു കറണ്ട് I1 എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ എന്തായും, ഫ്ലക്സ് ഫൈ എന്താവും, കോൺസ്റ്റൻ്റ് ആവും. Therefore the power input therefore automatically increases with the output. For example, if K is equal to 2, I2 is equal to 2 ampere. ഇനി K 2 ആണെന്നുണ്ടെങ്കിൽ I2 എന്തായിരിക്കും, 2 ampere ആയിരിക്കും. ഓക്കെ,
K is equal to 2 I to 2 ആംപിയർ ആണെങ്കിൽ primary will draw a current I1 is equal to K into I1. അപ്പോൾ എന്തായാലും 2 into I2 4 ആംപിയർ. അപ്പോൾ ഇവിടെ 2 ആംപിയറും K 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 ആംപിയർ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അപ്പോൾ the primary current will become I1 is equal to KI2, that is equal to 2 into 4 8 ആംപിയർ ആവും. അത് നേരത്തെ 4 ആംപിയർ ആണ്. ഇവിടെ അടുത്ത കേസ് സെക്കൻഡറി കറണ്ട് 4 ആംപിയർ I2 ഈക്വൽ ടു 4 ആംപിയർ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താവും, ഇറ്റ് വിൽ ബി 8. അപ്പോൾ I2 2 ആംപിയർ എടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ 4 ആവും. I2 4 ആംപിയർ എടുക്കണമെന്ന് വെച്ചാൽ 8 ആവും. കാരണം എന്താണ്, K is equal to 2 ആണ്. ഇനി I2 8 ആംപിയർ എടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ 16 ആവും. കാരണം എന്താണ്, K is equal to 2 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫേസർ ഡയഗ്രം നോക്കാം. ഇതാണ് അതിൻ്റെ ഫേസർ ഡയഗ്രം വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഐഡിയൽ ട്രാൻസ്ഫോമർ ഓൺ ലോഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ I0 ഒന്നും ഉണ്ടാവില്ലേ, ഓർക്കണം. നോട്ട് ദാറ്റ് ഇൻ ഡ്രോയിങ് ദ ഫേസർ ഡയഗ്രാം ദ വാല്യൂ ഓഫ് കെ നമ്മൾ എന്താക്കിയെടുത്തിട്ടുണ്ട്, വാല്യൂ ഓഫ് കെനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, കോൺസ്റ്റൻ്റ് ആക്കിയിട്ട്, കോൺസ്റ്റൻ്റ് തന്നെയാണ്, അത് 1 ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ യൂണിറ്റ് ആക്കി എടുത്തത്, സോ ദാറ്റ് പ്രൈമറി ഫേസേഴ്സ് ആർ ഈക്വൽ ടു സെക്കൻഡറി ഫേസസ്. പ്രൈമറി ഫേസേഴ്സും സെക്കൻഡറി ഫേസേഴ്സും ഈക്വലായിട്ട് അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ സെക്കൻഡറി കറൻറ്റ് I2 ലാഗ്സ് ബിഹൈൻഡ് V2. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ആദ്യം എന്ത് ചെയ്തു, ഇതിൽ ഞാൻ കളർ മാറ്റി കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഫ്ലക്സ് 5 വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അതിന് 90 ഡിഗ്രി ഇതാക്കിയിട്ട് V1 വരച്ചു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് E2 V2 ഇത്രയും നമ്മൾ വരച്ചു വെച്ചു. ഇത്രയും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ്, സെക്കൻഡറി കറൻറ്റ് I2 ലാഗ്സ് ബിഹൈൻഡ് V2 ഓർ E2 by 5/2. അപ്പോൾ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ I2 ഫ്ലോ ചെയ്യും. അത് ഇവിടെ ലാഗിങ് പവർ ഫാക്ടർ ആണെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇവിടെ എത്തണമെങ്കിൽ 5 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആര് എത്തുള്ളൂ, I2 എത്തുള്ളൂ. അപ്പോൾ I2 വരച്ചു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ I2 വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു MMF ഉണ്ടാവും. ആ MMFനെ ന്യൂട്രലൈസ് ചെയ്യാൻ അതിൻ്റെ കൗണ്ടറായിട്ട് K ഇൻറ്റു I2 ഈസ് ഈക്വൽ ടു I1 എന്നുള്ളൊരു ഇത് പ്രൈമറിയിൽ വരും. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആര് വന്നു, I1 വന്നു. അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി ഫേസ് ആണ്. ദെർഫോർ 5/1 ഈസ് ഈക്വൽ ടു 5/2 വരും. ഈ 5/1 ഈസ് ഈക്വൽ ടു 5/2 വരും. cos 5/1 ഈസ് ഈക്വൽ ടു cos 5/2 വരും. ദ പവർ ഫാക്ടർ ഓൺ ദ പ്രൈമറി സൈഡ് ഈസ് ഈക്വൽ ടു ദ പവർ ഫാക്ടർ ഓൺ ദ സെക്കൻഡറി സൈഡ്. അപ്പോൾ പവർ ഫാക്ടർ cos 5/2 ഈസ് ഈക്വൽ ടു ഇത് സെക്കൻഡറിയിൽ ഈസ് ഈക്വൽ ടു cos 5/1 ആയി. എന്നാലേ ഇത് ന്യൂട്രലൈസ് ചെയ്യുള്ളൂ. സിൻസ് ദർ ആർ നോ ലോസസ് ഇൻ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ, ഇൻപുട്ട് പ്രൈമറി പവർ ഈസ് ഈക്വൽ ടു ദി സെക്കൻഡറി ഔട്ട്പുട്ട് പവർ. ഇവിടെ ലോസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, V1 I1 cos 5/1 ഈസ് ഈക്വൽ ടു V2 I2 cos 5/2 എന്നും പറയാം. നൗ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഓൺ ലോഡ്. അത് 2 കേസാണ് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഓൺ ലോഡുള്ളത്. ഒന്ന്, വൈൻഡിങ് റെസിസ്റ്റൻസും ലീക്കേജ് ഫ്ലക്സും ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൽ വൈൻഡിങ് റെസിസ്റ്റൻസും ലീക്കേജ് ഫ്ലക്സും ഇല്ലാത്തൊരു കണ്ടീഷനും. പിന്നെ എന്താണ്, വെൻ ട്രാൻസ്ഫോമർ ഹാസ് വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് ഫ്ലക്സ്. അപ്പോൾ നമ്മളുടെ ഫൈനൽ ഫേസർ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, വെൻ ട്രാൻസ്ഫോമർ ഹാസ് വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് ഫ്ലക്സ് ആണ്. പക്ഷേ അത് അങ്ങനെ വരക്കണതിൻ്റെ മുന്നേ നോ വൈൻഡിങ് റെസിസ്റ്റൻസും ലീക്കേജ് ഫ്ലക്സും ആയിട്ടുള്ള ഫേസർ ഡയഗ്രം നമ്മൾ ആദ്യം വരക്കണം. സോ ഫസ്റ്റ് വൺ, നോ വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് ഫ്ലക്സ്. ദിസ് ഫിഗർ ഷോസ് ദ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ വിത്ത് ദ അസംഷൻ ദാറ്റ് റെസിസ്റ്റൻസസ് R1 R2 അതുപോലെ X1 X2 ആർ നെഗ്ലിജിബിൾ. അപ്പോൾ ഇവിടെ R1 R2 കാണിക്കുന്നില്ല, ഇവിടെ R2 X2 കാണിക്കുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് എ ലോഡഡ്. ഓക്കെ, വിത്ത് ദിസ് അസംഷൻ ഇവിടെ പറയാൻ പറ്റും V2 ഈസ് ഇക്വൽ ടു E2 ആൻഡ് V1 ഈസ് ഇക്വൽ ടു E1 എന്ന് പറയാൻ പറ്റും അല്ലേ. ഇവിടെ R1 R2 ഇല്ല, R1 X1 R2 X2 ഇല്ല എന്ന് നമ്മളാണ്ട് അസ്യൂം ചെയ്തു. ലെറ്റ് us take the usual case of inductive load which causes secondary current I2 to lag the secondary voltage V2 by an angle phi 2. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു ലാഗിങ് കണ്ടീഷൻ വരെ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡക്റ്റീവ് നേച്ചർ ഉള്ള ലോഡ് യൂസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ ഈ പറയുന്ന ഇൻഡക്റ്റീവ് നേച്ചറുള്ള ലോഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കറൻറ്റ് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ആയിരിക്കും. തെറ്റരുത്, നമ്മൾ എപ്പോഴും ലൈഫിൽ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, സെക്കൻഡറി കറൻറ്റ് ലാഗ്സ് ബിഹൈൻഡ് V2 ബൈ ആൻ ആംഗിൾ phi 2. ഓക്കെ, therefore the total primary current I1 must meet requirements. എന്തൊക്കെയായിരിക്കും, ഇറ്റ് മസ്റ്റ് സപ്ലൈ ദ നോ ലോഡ് കറൻറ്റ് I0 ടു മീറ്റ് ദ അയൺ ലോസസ്. ഒരു നോ ലോഡ് കറൻറ്റ് I0 എന്തായാലും അവിടെ വേണ്ടി വരും. എന്തിനാണ്, അയൺ ലോസിന് മീറ്റ് ചെയ്യാൻ ഇൻ ദ ട്രാൻസ്ഫോമർ ആൻഡ് ടു പ്രൊവൈഡ് ഫ്ലക്സ് ഇൻ ദ കോർ. അപ്പോൾ ഫസ്റ്റ് എന്താ വേണ്ടത്, നോ ലോഡ് കറൻറ്റ് I0 എന്തിനൊക്കെയാണ് വേണ്ടത്, ഒന്ന് അയൺ ലോസിനെ മീറ്റ് ചെയ്യണം ഇൻ ദ ട്രാൻസ്ഫോമർ ടു പ്രൊവൈഡ് ഫ്ലക്സ് ഇൻ ദ കോർ. ഇനി എന്താണ്, ഇറ്റ് മസ്റ്റ് സപ്ലൈ എ കറൻറ്റ് I0 ഡാഷ് എന്തിനാണ്,
ടു കൗണ്ടറാക്ട് ദ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ഓഫ് സെക്കൻഡറി കറണ്ട് I2. നമ്മൾ I0 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് അയൺ ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് M1 I1 എന്നുള്ളൊരു കണ്ടീഷൻ കൊടുക്കണ്ടേ. അപ്പോൾ അതിനും ഈ I0' വേണം. അപ്പോൾ അതിന് I0' നമ്മൾ ഡിനോട്ട് ചെയ്തു. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് I2 വിൽ ബി സച്ച് ദാറ്റ് N1 I2' ഈസ് ഈക്വൽ ടു N2 I2 ഓർ I2' ഈസ് ഈക്വൽ ടു N2 by N1 I1 ദാറ്റ് ഈസ് ഈക്വൽ ടു K I2. അപ്പോൾ ഈ I2' ഈസ് ഈക്വൽ ടു എന്താണ് K I2 എന്ന് പറഞ്ഞത്. ദ ടോട്ടൽ പ്രൈമറി കറണ്ട് I1 ഈസ് ദ ഫേസർ സം ഓഫ് I2' ആൻഡ് I0. അപ്പോൾ നമ്മൾക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് I0 എന്ന് പറഞ്ഞിട്ടുള്ള I0 നമുക്ക് I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ലോസസ് ഇതാക്കാനുള്ളത് വേണം. പിന്നെന്താണ് വേണ്ടത് I2' വേണം. അതെന്തിനാണ്? ഇൻ ഓർഡർ ടു കൗണ്ട്രാക്ട് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും I1 ഈസ് ഈക്വൽ ടു I2' പ്ലസ് I0 എന്നുള്ള ഒരു കണ്ടീഷൻ. ടോട്ടൽ പ്രൈമറി കറണ്ട് I1 ഈസ് ഇൻ ഫേസ് വിത്ത് I2' ആൻഡ് I0 വേർ I2' ഈസ് ഈക്വൽ ടു എന്താണ്? ഈ I2' എന്താണ്? മൈനസ് K I2 ആണ്. കാരണം മൈനസ് വരാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് I2 അല്ലേ? കാരണം ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ I1 എന്നുള്ളത് എന്തായി? നമ്മൾക്ക് ഈ പറഞ്ഞ I0യും വേണം I2' വേണം. അത് നമുക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫേസർ ഡയഗ്രാം, ദിസ് ഈസ് ദ ഫേസർ ഡയഗ്രാം ഷോൺ. അപ്പോൾ നമ്മൾ നോക്കി നോക്കിയേ, നമ്മൾ ആദ്യം നമ്മളുടെ ഫ്ലക്സ് നമ്മൾ കണ്ടില്ലേ, ആദ്യം നമ്മളുടെ ഫ്ലക്സ് 5 വരച്ചു വെച്ചു, നമ്മൾക്കറിയാവുന്ന V1 വരച്ചു വെച്ചു, നമുക്കറിയാവുന്ന E2 E1 വരച്ചു വെച്ചു. ഓക്കെ, അത്രയും നമ്മൾ വരച്ചില്ലേ? ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം ദിസ് ഈസ് ദ ഫ്ലക്സ് I2 ഇതാണെന്ന് അറിയാലോ അല്ലേ? ഇതിൻ്റെ നേരെ കൗണ്ടർ ഡാഷ് ആയിട്ടല്ലേ I2' പോയിരുന്നത്? I2' നമ്മൾ നേരത്തെ അവിടെ അതിന് പകരം I1 എഴുതി, അപ്പോൾ ഇവിടെ I2' വന്നു അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒരാളും കൂടി വേണം. എന്താണ്? I0 എന്ന് പറഞ്ഞിട്ടുള്ള, ഇതിപ്പോൾ ഞാൻ വരക്കണ പോലെ നിങ്ങൾ വരക്കണം കേട്ടോ. I0 എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് വേണം? കോർ ലോസ് സപ്ലൈ ചെയ്യാനുള്ള വേണം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള വെക്റ്റർ സമ്മായിരിക്കും ആര് പറയണത്? ഈ പറയണത് I1, നേരത്തെ I1. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമ്മൾ ഫ്ലക്സ് 5ഉം Vയും E1 E2 ഒക്കെ വരച്ചു വെച്ചു. നമ്മളിവിടെ ഒരു കാര്യം അസ്യൂം ചെയ്യുന്നുണ്ട്, K = 1 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു ലോഡഡ് കണ്ടീഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുക 5 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ നേരെ കൗണ്ടറായിട്ട് I2' ഉണ്ടാവും. അപ്പോൾ ആ I2' എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? K I2 ആയിരിക്കും. ഓക്കെ, മൈനസ് K I2 ആയിരിക്കും കേട്ടോ. കാരണം എന്താണ്? ആൻറ്റി ഫേസ് ആയതുകൊണ്ടാണ് മൈനസ് K പറയുന്നത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? അതേപോലെ നമുക്ക് സപ്ലൈ ചെയ്യാനുള്ള I0 കൂടി ഉണ്ട്. ആ I0 സപ്ലൈ ചെയ്യും. ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും I1. അപ്പോൾ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ബോത്ത് E1 ആൻഡ് E2 ലാഗ് ബിഹൈൻഡ് ദ മ്യൂച്വൽ ഫ്ലക്സ് ബൈ 90 ഡിഗ്രി. കറണ്ട് I2' represents the primary current to neutralize the demagnetizing effect of secondary current I2. ഈ I2' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീമാഗ്നറ്റൈസ് ചെയ്യാനാണ് ഇതിനെ I2നെ. നൗ I2' is equal to K I2 and is antiphase with I2. അപ്പോൾ ഇതിനെ മൈനസ് K I2 എന്ന് എടുക്കാം. അപ്പോൾ എന്താണ്? I0 is the no load current of the transformer. I0 no load current ആണ്. The phasor sum of I2' and I0 gives total primary current I1. Note that in drawing the phasor diagram, the value of K is assumed to be unity. എപ്പോഴും ആലോചിക്കണം K യൂണിറ്റി ആണ്. പ്രൈമറി പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos ∅1 ആണ്. സെക്കൻഡറി പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos ∅2 ആണ്. പ്രൈമറി ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ V1 I1 cos ∅1 ആണ്. സെക്കൻഡറി ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ V2 I2 cos ∅2 ആണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത എന്താണ് പറയുക, വിൻറ്റേജ് ലോസസ് ഒക്കെ ഉള്ളത് കൺസിഡർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ട്രാൻസ്ഫോമർ വിത്ത് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് റിയാക്ടൻസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസ്, അതായത് ഇവിടെ R1 ഉണ്ടാവും, X1 ഉണ്ടാവും, R2 ഉണ്ട്, X2 ഉണ്ടാവും. ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു ലോഡഡ് കണ്ടീഷനിൽ നമുക്ക് അയൺ ലോസ് സപ്ലൈ ചെയ്യാനുള്ളതാണ്. ഏത് ആക്റ്റീവ് കമ്പണൻ്റ് ആയിട്ട് വരുന്നതാണ് R1. ഇവിടെ R2 വരും. X1 X2 എന്താണ് ലീക്കേജ് റിയാക്ടൻസ് കാരണം കൊണ്ട് ഉണ്ടാവുക എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ഇതാക്കില്ല, നമുക്കൊരു 35 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് വൈൻഡപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ദ ഫിഗർ ഷോസ് ദ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഹാവിംഗ് വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് reactances. These are the actual condition of the existing transformer. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിലുള്ള പ്രാക്ടിക്കൽ കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളത്. ദർ ഈസ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ R1 ആൻഡ് X1 സോ ദാറ്റ് പ്രൈമറി EMF E1 ഈ E1 എന്ന് പറഞ്ഞാൽ എന്തായാലും ബൈ KVL എടുത്തു കഴിഞ്ഞാൽ V1നെക്കാട്ടും കുറവായിരിക്കും, ലെസ് ദാൻ അപ്ലൈഡ് വോൾട്ടേജ് V1. സിമിലർലി ദർ ഈസ് വോൾട്ടേജ് ഡ്രോപ്പ് R2 ആൻഡ് X2 ആൻഡ് സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് V2 വിൽ ബി ലെസ് ദാൻ
EMF E2. Let us take the usual case of inductive load which causes secondary current I2 lags behind the secondary voltage V2 by phi 2. അപ്പോൾ നമ്മളിവിടെ ഇൻഡക്റ്റീവ് ലോഡ് നേച്ചറാണ്. ഇൻഡക്റ്റീവ് ലോഡ് നേച്ചറാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ്. അപ്പോൾ I2 ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് V2 ബൈ ആൻ ആംഗിൾ phi 2. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ വരച്ച് വെക്കുക. ഞാൻ അപ്പുറത്ത് ഇതിൻ്റെ ബാക്കി പറയും. Therefore, total primary current I1 must meet two requirements. Total primary current ഏതൊക്കെ മീറ്റ് ചെയ്യണം? I1 ഏതൊക്കെ മീറ്റ് ചെയ്യണം? ടോട്ടൽ പ്രൈമറി കറണ്ട് I1 ഷുഡ് മീറ്റ് എന്തൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? നോ ലോഡ് കറണ്ട് I0. അതെന്തിനാണ്? അയൺ ലോസസ് ഉണ്ടാവുന്ന ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത് I0 വേണം. പിന്നെന്താണ്? ഇറ്റ് മസ്റ്റ് സപ്ലൈ കറണ്ട് I2 ഡാഷ് വേണം. വേണ്ടേ? I2 dash അതെന്തിനാ? counteract the demagnetizing effect of secondary current I2. The magnitude of I2 dash will be such that എങ്ങനെയായിരിക്കും? N1 I2 dash is equal to N2 I2 or I2 dash. ഇത് നേരത്തെ നമ്മൾ എഴുതിയ സാധനം തന്നെ. ഓക്കെ, അപ്പോൾ ആ എഴുതിയ സാധനങ്ങൾ അപ്പോൾ നമുക്ക് ഇതിൽ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് I0 പ്ലസ് കെ I2 എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇതിൽ മൈനസ് ആയിരിക്കും ഇവിടെ വരിക. അതാണ് ദ ടോട്ടൽ പ്രൈമറി കറണ്ട് I1 വിൽ ബി ദ ഫേസർ സം ഓഫ് I2 ഡാഷ് ആൻഡ് I0. ഓക്കെ, therefore I1 is equal to I2 dash plus I0 where I2 dash is equal to minus K I2. ഓക്കെ, അതേപോലെ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? V1 എന്തായിരിക്കും? ഇവിടെ റെസിസ്റ്റൻസ് വന്നു, ഇങ്ങനെ വന്നു. ദിസ് വിൽ ബി V1, ദിസ് വിൽ ബി E1 അല്ലേ? ഇവിടെ R1 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? X1 ഉണ്ട്. ഇതിനെ I1 ഫ്ലോ ചെയ്യുന്നു അല്ലേ? വാട്ട് വിൽ ബി V1? അപ്പോൾ ഇറ്റ് വിൽ ബി, ഇത് നേരെ ഓപ്പോസിറ്റ് ആവുന്നതാണ്. ഇറ്റ് വിൽ ബി എന്താണ്? V1 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് E1 പ്ലസ് I1 ഇൻറ്റു R1 പ്ലസ് ഇതെന്താണ്? JX1 ഓർ ഇറ്റ് ക്യാൻ ബി മൈനസ് E1. ഇതിനെന്താണ്? R പ്ലസ് JX എന്നുള്ളതിനെ Z ആയിട്ട് എടുത്തുക. മൈനസ് E1 പ്ലസ് I1 Z1. ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആവശ്യമാണ്. ഇപ്പം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ ഇക്വേഷൻസ്. ഈ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദിസ് ഇസ് ദ, ഇവിടെ നമ്മൾ എഴുതിയില്ലേ ആ സാധനമാണ്. ഇനി V2 പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർലി ഇവിടെ എന്തായിരിക്കും? ഇവിടെ E2 ഉണ്ട്, ഇവിടെ V2 ഉണ്ട്, ഇവിടെ R2 ഉണ്ട്, X2 ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? E2 മൈനസ് I2 R2 JX2 ഓർ E2 മൈനസ് I2 Z2. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇത് മസ്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവണം. അടുത്ത പേജിൽ നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. സോ ഇത് കണ്ടിട്ട് ഞെട്ടൊന്നും വേണ്ട, ഇതെങ്ങനെ വരക്കേണ്ടത് ഞാൻ പറയാം. ഡോണ്ട് വറി, ദിസ് ഇസ് ദ ഫേസർ ഡയഗ്രാം ഷോൺ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് തുടങ്ങാൻ പോകണം. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾക്ക് ഇനി V1 ഒക്കെ മാറ്റം വന്നു അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ദിസ് ഷോസ് എ ഫേസർ ഡയഗ്രാം ആണ് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൻ്റെ. നമുക്കറിയാം ബോത്ത് E1 ആൻഡ് E2 ലാക്സ് ദ മ്യൂച്വൽ ഫ്ലക്സ് ബൈ 90 ഡിഗ്രി. E1ഉം E2 90 ഡിഗ്രി മ്യൂച്വൽ ഫ്ലക്സ് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഫൈ വരച്ചു. ഈ ഫൈനെ ആദ്യം നമ്മൾ വരച്ചു അല്ലേ? പിന്നെ നമുക്കറിയാവുന്നത് V1ഉം V2ഉം ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്? നമ്മൾക്കറിയാം ഇവിടെ E2 ഉണ്ട്, അതേപോലെ ഇവിടെ എന്തുണ്ട്? മൈനസ് E1 ഉണ്ട്. അത് നമ്മൾ ആദ്യം വരച്ചു വെക്കാം. ബോത്ത് E1 ആൻഡ് E2 ലാഗ് ദ മ്യൂച്വൽ ഫ്ലക്സ് ബൈ 90 ഡിഗ്രി. നമുക്കറിയാം 90 ഡിഗ്രി ലാഗ് ചെയ്യും. ഇവിടെ 90 ഡിഗ്രി ലാഗ്ഡ് ആണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചപ്പോൾ ഇവിടെ എന്തായി? മൈനസ് E1 ആക്കിയിട്ട് എടുത്തു. The current I2 dash represents the primary current to neutralize the demagnetizing effect. ഓക്കെ, അപ്പോൾ ഓഫ് ദ സെക്കൻഡറി കറണ്ട് I2 നമുക്കറിയാം എന്ത്? കറണ്ട് I2 ഡാഷ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റിനാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? നമുക്ക് ഒരു കാര്യം അറിയാം, എന്താണ്? നമുക്ക് നോ ലോഡ് കറണ്ട് I0 നമ്മൾ നേരത്തെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അവിടെ വരച്ച് വെക്കാം. പിന്നെ നമുക്കറിയാം എന്താണ്? V2നെ ഇതാക്കാനുള്ളതാണ്. പക്ഷേ ഇത് വരക്കണതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ I2 വരച്ച് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് I2 വരച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരിക? I2 ഡാഷ് വരിക. ഇതിൻ്റെ റിസൾട്ടൻ്റാണ് ആര് പറയണത്? ഈ പറയണ I1. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ എന്ത് ചെയ്തു? വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കെന്താണ്? നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ എഴുതി വെച്ചു എന്ത്?
നിങ്ങൾ നേരത്തെ എഴുതിച്ചില്ലേ V1 ഈക്വൽ ടു എന്തെന്നാ എഴുതിയത്? V1 എന്താ എഴുതിയത്? മൈനസ് ഓഫ് E1 പ്ലസ് I1 R1 പ്ലസ് I1 JX1. I1 ഇൻറ്റു R1 പ്ലസ് JX1 ആണ് എഴുതി. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിക്കോ. 1 സെക്കൻഡ്. ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ എഴുതിയത്. ഇത് കണ്ടുപിടിക്കാനുള്ളത്. V1 ഈസ് ഈക്വൽ ടു നേരത്തെ എഴുതിയതാണ് കേട്ടോ. മൈനസ് E1 പ്ലസ് എന്താണ് I1 ഇൻറ്റു R1 പ്ലസ് JX1. ഈ R1 പ്ലസ് JX1 നമുക്ക് മൈനസ് ഇതാക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് I1 കിട്ടി അല്ലേ? നമുക്ക് മൈനസ് V1 കിട്ടണമെന്നുണ്ടെങ്കിൽ മൈനസ് E1 ഇവിടെ കിട്ടിയിട്ടുണ്ട്. മൈനസ് E1 പ്ലസ് I1 ഇൻറ്റു R1. അപ്പോൾ ഈ സെയിം ഇതിൽ നമ്മളിവിടെ എന്ത് ചെയ്തു? I1 ഇൻറ്റു R1 വരച്ചു. ഓക്കെ, സെയിം ഇതിൽ വരച്ചു. ഇനി എന്താണ്? ജെ വന്നു കഴിഞ്ഞാൽ 90 ഡിഗ്രി ഇങ്ങോട്ട് തിരിഞ്ഞു. I1 X1. അപ്പോൾ ആ ജെ ആണിത് കാണിക്കുന്നത്. I1 X1. ഓക്കെ, ഇനി അതാണ് ശരിക്കും എന്ത് പറയണത്? ഈ കാണുന്ന V1 എന്ന് പറയണത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് അതിൻ്റെ ഇടയിൽ വരക്കാവുന്ന കാര്യം എന്താണ്? R1 പ്ലസ് JX1 നമ്മൾ Z എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ വരക്കാം. അതാണ് ഈ വരച്ചു വെച്ചത്. സിമിലർലി നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? V2 വരച്ചു. V2 വരക്കണം. V2 വരക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? V2 വരക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അറിയാം E2 ഈസ് ഈക്വൽ ടു E2 ഈസ് ഈക്വൽ ടു എന്താണ്? E2 ഈസ് ഈക്വൽ ടു V2 മൈനസ് V2 മൈനസ് I2 ഇൻറ്റു R2 പ്ലസ് JX2 ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ E2 ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം? E2 മൈനസ് V2 മൈനസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നേരെ എന്ത് ചെയ്തു? നേരത്തെ വരച്ച പോലെ ഈ I2നെ V2ൻ്റെ തലപ്പത്തേക്ക് കൊടുത്ത്. അപ്പോൾ ഇതെങ്ങനെ വരുന്നത് വെച്ചാൽ നിങ്ങൾ നോക്കി നോക്കുക. V2 ഈസ് ഈക്വൽ ടു V2ന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എന്താവും? മൈനസ് E2 പ്ലസ് I2 ഇൻറ്റു R2 പ്ലസ് J2. അതാണ് ഇങ്ങനെ വരുന്നിരിക്കുന്നത്. ശരിക്കും നമുക്ക് ഇവിടുന്ന് തുടങ്ങണതിന് പകരം ഇവിടുന്ന് തുടങ്ങി. അപ്പോൾ ഇവിടെ എന്താണ്? ഈ I2ന് കറസ്പോണ്ടിങ് ആയിട്ട് I2 R2 വരച്ചു. അതിന് 90 ഡിഗ്രി ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ I2 X2 ആയി. ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റാണ് I2 Z2. ഇതിങ്ങനെ വരച്ചപ്പോൾ ഇത് കിട്ടി. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്ത് V2 വരക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവുക. ഇവിടെ ലോഡ് പവർ ഫാക്ടർ പറഞ്ഞാൽ cos ∅2 ആണ്. ലോഡ് പവർ ഫാക്ടർ cos ∅2. ലോഡ് പവർ ഫാക്ടർ പറഞ്ഞാൽ സെക്കൻഡറിയിലാണ്. പ്രൈമറി പവർ ഫാക്ടർ cos ∅1 ആണ്. ഇൻപുട്ട് പവർ ടു ട്രാൻസ്ഫോമർ എന്നാണ് V1 I1 cos ∅1. ഔട്ട്പുട്ട് പവർ ഓഫ് ട്രാൻസ്ഫോമർ എന്നാൽ V2 I2 cos ∅2 ആണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ ഒന്നുകൂടി നോക്കിയോ. നോട്ട് ദാറ്റ് ദ കൗണ്ടർ EMF ദാറ്റ് ഒപ്പോസസ് ദ അപ്ലൈഡ് വോൾട്ടേജ് V1 ഈസ് മൈനസ് E1. V1നെ ഒപ്പോസ് ചെയ്യുന്നത് മൈനസ് E1 ആണ്. ദെർഫോർ വി ആഡ് I1 R1 ആഡ് ചെയ്തു ഇൻ ഫേസ് വിത്ത് I1 ആൻഡ് I1 X1 90 ഡിഗ്രി ആഡ് ഓഫ് I1. അതെന്താണ്? അജയ വന്നുകൊണ്ട് ടു മൈനസ് E1. ഈ മൈനസ് E1 വി ഗെറ്റ് ദ അപ്ലൈഡ് പ്രൈമറി വോൾട്ടേജ് V1. ദെൻ ദ ഫേസർ E2 റെപ്രസെൻറ്റ്സ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സെക്കൻഡറി ബൈ ദ ഫ്യൂച്ചർ ഫ്ലക്സ്. ദ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് E2 വിൽ ബി വാട്ട് ഈസ് ലെഫ്റ്റ് ഓവർ ആഫ്റ്റർ സബ്ട്രാക്ടിങ് I2 R2. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്താലാണ് V2 കിട്ടുക. അതാണ് ഇത് ഇങ്ങനെ വരച്ചത്. ഓക്കെ, ഇത് മസ്റ്റായിട്ട് വരച്ച് നോക്കണം. ഫേസർ ഡയഗ്രാം പലപ്പോഴായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോഴും ഇത് വരച്ച് നോക്കണം. ഓക്കെ, ഇത് നന്നായി ചെയ്യുക. ഓക്കെ, താങ്ക് യു.